ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റന്റ് ജിൻഡോ ചേട്ടന്റെ മാമന്റെ മോനാണോ ഞാൻ എന്നുള്ള ചില ആളുകളുടെ സംശയം ഒന്ന് മാറ്റിക്കൊടുക്കാനും, അതുപോലെ തന്നെ ഇന്നത്തെ പ്രൊമോയെ പറ്റിയും ജാസ്മിനെ പറ്റിയും ജാസ്മിന്റെ കുറച്ച് PR ചേട്ടന്മാര് ഈ ഒരു കമന്റ് ബോക്സിൽ, എന്റെ വീഡിയോ ഇന്നലെ ഇട്ടൊരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് കാണിക്കുന്ന കുറച്ച് പരിപാടികളെ പറ്റിയും ഒക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പൊ ആദ്യം തന്നെ ഈ ജാസ്മിന്റെ PR ചേട്ടന്മാരോട്, അവരാണ് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. കാരണം ചോദിക്കുന്ന ഇതേ കണക്കത്തെ ചോദ്യങ്ങൾ, മാമന്റെ മാനാണോ, അതായത് ജിൻഡോ ചേട്ടന്റെ മാമന്റെ മോനാണോ എന്ന് ചോദിക്കുന്ന കുറെ ചേട്ടന്മാര് തന്നെ അപ്പറേ നമ്മുടെ ജാസ്മിൻ എന്നിട്ടിട്ട് മറ്റേ ലവ് സിമ്പിൾ ഒക്കെ കൊടുക്കുന്ന ഞാൻ കണ്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അത് PR ടീമിന്റെ കുട്ടികൾ. അപ്പൊ അവന്മാരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ്, ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഞാൻ എന്തിനാണ് ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ഞാൻ ആദ്യമേ തരാം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് സിബിൻ എന്ന് പറയുന്ന അവിടുന്ന് ഇറങ്ങിയ ഒരു കണ്ടസ്റ്റന്റ് വീഡിയോയിലെ വ്യക്തിയുടെ അയാൾ ഒരു ഇന്റർവ്യൂ കൊടുത്തതിനകത്തെ കുറച്ച് ക്ലിപ്പും, അതുപോലെ തന്നെ റസ്മിൻ ബായ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിനകത്ത് സിബിൻ പറയുന്ന കുറെ കാര്യങ്ങൾ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അടിച്ചമർത്താൻ അവിടെ കുറെ ആളുകൾ, ഈ ബിഗ് ബോസിന്റെ തലപ്പത്തിരിക്കുന്ന ചേട്ടന്മാരും ഇവിടുത്തെ കുറെ PR ടീമും ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ റസ്മിന്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഏഷ്യാനെറ്റിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞവളെ വിട്ട് അവൾ പുറത്തു വന്നിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത് ജിൻഡോയെ അടിച്ചമർത്താൻ. അതിന്റെ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട്, അവളുടെ ഒരു ഇന്റർവ്യൂവിന്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന് ഞാൻ ചെയ്യുന്നില്ല, അത് നാളെ ഞാൻ റിയാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അതിനകത്തൊക്കെ അവൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവള് വന്നിട്ട് അവള് തന്നെ പറയുന്നുണ്ട്, അതായത് അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ പകയ വിദ്വേഷമൊക്കെ നമ്മൾ മറക്കും, എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവള് പുറത്ത് വന്നിരുന്ന ആ വ്യക്തിക്കിട്ട് താങ്ങുന്ന താങ്ങ് അത് കണ്ടപ്പോ എനിക്ക് പൊട്ടി. പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചോട്ടെ. ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരോട് തന്നെയാണിത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്ത അയാളെ നെഗറ്റീവ് ആക്കാൻ നോക്കിക്കോളൂ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസിൽ ആദ്യമേ തൊട്ട് എനിക്ക് ആദ്യത്തെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വന്നപ്പോൾ അയാളുടെ വായിന്ന് വന്നുകൊണ്ടിരുന്ന വർത്താനം, സ്ത്രീകളോട് അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഭാഷ, ഇതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അത് എനിക്കെന്നല്ല, ഇത്തിരി ബോധമുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, എനിക്ക് അതേപോലെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരുന്ന ഒരു വ്യക്തി ഓരോ ദിവസവും കഴിയും തോറും അയാളുടെ ക്യാരക്ടർ ചേഞ്ച് ആയി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പം ആ വ്യക്തിയുടെ വായിൽ നിന്ന് ഒരു അക്ഷരം പോലും, മോശമായിട്ട് ഒരു വാക്ക് ആ വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്നില്ല. അപ്പം നമ്മൾ അയാളെ സമ്മതിച്ചു കൊടുക്കണ്ടേ? അതുപോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇത്രയും കളിക്കുന്ന ഒരു വ്യക്തി വേറെ ആരുണ്ട്? നിങ്ങളെ ജാസ്മിൻ ചേച്ചി എങ്ങനെയാണ് ഇത്രയും ഒരു 60 എപ്പിസോഡ് വരെ എങ്ങനെയാണ് ജാസ്മിൻ മോള് കളിച്ചോണ്ടിരുന്നത്? വാഴത്തോപ്പി ഇരുന്ന് മുത്തി കളിച്ച് ഇങ്ങനല്ലേ അവിടെ നിന്നോണ്ടിരുന്നത്? അവിടെ ഇപ്പൊ സായി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നല്ലോ, എന്താ പുള്ളി കാണിക്കുന്നത്? ഇല്ല, പുള്ളി കാണിക്കുന്നതിനെ പറ്റി ഞാൻ പറയുന്നില്ല, വേണ്ട. കാരണം ഞങ്ങൾ ഒരേ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പിന്നെ ആ ഒരു പ്രൊഫഷണൽ ജേഴ്സി ഒക്കെ കാണിച്ചെന്ന് വേണമെങ്കിൽ ചില ചേട്ടന്മാർ പറയും, ഒന്നും പറയുന്നില്ല. സിജോ എന്താ ഇപ്പൊ കാണിക്കുന്നത്? സായിയുടെ കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. സായി പറയുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ഇതല്ലേ അവിടെ എല്ലാരും കാണിക്കുന്ന അർജുൻ ശ്രീതു, അവരുടെ ആ ഒരു കോംബോ പിടിച്ച് അവര് പോയി. അർജുൻ പിന്നെ എവിടെയൊക്കെയോ കുറച്ച് ഗെയിം കളിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ വലിയ ഗെയിമർ ആണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അഭിഷേകോ ഇപ്പോഴാ ഒരു ലാസ്റ്റ് ആ ഒരു ടാസ്ക്, ഫിനാലിലേക്കുള്ള ആ ഒരു ടാസ്കിൽ മാത്രം അണ്ണൻ എന്തൊക്കെയോ ചെയ്തു. ദൈവം ഒരു ഭാഗ്യം കൊണ്ട് ചെയ്തു, സമ്മതിക്കുന്നു ഞാനത്. അവൻ ചിലപ്പോൾ ഇനിയുള്ള ആഴ്ചകളിൽ അവൻ കളിക്കട്ടെ. അങ്ങനെ അവൻ കളിച്ച് അവൻ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ അവൻ ഫസ്റ്റിൽ വരട്ടെ, അവന് കപ്പ് കിട്ടട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. നേരെ മറിച്ച് ഇത്രയും എന്തിനും ഞാൻ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ താത്തി പറയണം? അതാണ് എന്റെ അടുത്ത ചോദ്യം. ഇത്രയൊക്കെ എന്നെ അയാൾ ഇൻസ്പയർ ചെയ്യിച്ചോന്നല്ല, അയാളുടെ ഒരു ചേഞ്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്ക് നിന്ന് അയാൾ ഇത്രയും കളിച്ചു. അവിടെ ആരുടെയും സപ്പോർട്ടിന് വേണ്ടി അയാൾ പോയിട്ടില്ല, ആരുടെയും വാല് പിടിക്കാൻ അയാൾ പോയിട്ടില്ല, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെയും പുറകെ അയാൾ പോയിട്ടില്ല. അയാളുടെ ക്യാരക്ടർ മാറുക നിങ്ങൾ ശ്രദ്ധിക്കൂ. അങ്ങനെ ഒരു വ്യക്തിയെ അംഗീകരിക്കണ്ടേ? എനിക്ക് അങ്ങനെ ഒരു വ്യക്തി അംഗീകരിക്കാൻ തോന്നി. അങ്ങനെ ഒരു വ്യക്തിയെ ഇരുന്ന് ബിഗ് ബോസിലെ ചേട്ടന്മാര്, മേളിലിരിക്കുന്ന ചേട്ടന്മാര് താത്തിയ അടിച്ചമർത്തുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനെതിരെ സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ ഇനിയും സംസാരിക്കും. അതിനിപ്പം മറ്റേ ചേട്ടന്മാര് കൂട്ടുകാർ വന്നിട്ട് വൻ രീതിയിലുള്ള കമന്റ് ഇട്ടാലും എനിക്കിതേ ഇത്രേ ഉള്ളൂ, എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്റെ ഈ ഒരു ചാനലില് ഞാൻ ഈ ബിഗ് ബോസ് ഇട്ടപ്പോഴാണ് ഇപ്പൊ കുറെ പേര് കാണാൻ തുടങ്ങിയത്. എന്ന് വെച്ച് ഈ ഒരു ചാനൽ അതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, അതിനകത്ത് കുറച്ചൊക്കെ കയറിയിട്ടുള്ളൂ. എന്ന് വെച്ചിട്ട് എന്നും ബിഗ് ബോസ് മാത്രം ചെയ്യുന്ന ഒരു ചാനൽ അല്ല ഇത്. ഇപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീട്ടിനകത്തെ പ്രശ്നങ്ങൾ ഞാൻ പുറത്ത് കാണിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. എനിക്ക് ഈ കേരളം എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും വലിയൊരു വീട് തന്നെയാണ്. ഇവിടെ നടക്കുന്ന പല വൃത്തികേടുകളെ ഞാൻ റിയാക്ട് ചെയ്യും.
അതും കൂടെ കാണാൻ താല്പര്യമുള്ള ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം ഒരു കുഞ്ഞു വീട്ടിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് കാതോർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ അറിയണം. നിങ്ങൾ എന്തിനാണത് അറിയാതെ പോകുന്നത്? ഈ ഒരു സാധനത്തിൽ മാത്രം അഡിക്റ്റ് ആവരുത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം അത്. അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടിയെ പൊക്കി വെക്കുന്നുണ്ടല്ലോ ചേട്ടന്മാര്. ഞാൻ ഇന്നത്തെ പ്രൊമോ ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കാണും. എന്നിട്ട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ കുറെ മിസ് ചെയ്യുന്നത്. എനിക്ക് മിസ് ചെയ്യുന്നത് താനാണോ? മര്യാദക്ക് പോണ്ട് മോള് വെറുതെ വളച്ചൊടിച്ചിട്ട് കുറെ സ്വപ്നങ്ങളൊന്നും വെക്കണ്ട. എന്റെ സ്വപ്നം അത് എന്താവണം തീരുമാനിക്കുന്നത് ജാസ്മിനാ, അല്ലാതെ ജിൻഡോ അല്ല. ഞാൻ നേരെ ആവനെ പറഞ്ഞത്. ഞാൻ നേരെ ആവുന്നേ നോക്കാൻ ജിൻഡോ ആരാ? ജിൻഡോടെ ഫണ്ണും കൊണ്ട് ജിൻഡോ അവിടെ ഇരി തൽക്കാലം. അപ്പൊ മോളും അവിടെ ഇരിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. മോൾ അവിടെ ഇരിക്കും. മോൾ ഇപ്പോഴാണൊന്നൊന്ന് വെള്ളപൂച്ചി നാട്ടുകാരുടെ ഫ്രണ്ടിൽ ആ ഗബ്രി എന്ന് പറയുന്ന ഒരു സാധനം മോളുടെ അടുത്തുനിന്ന് പോയത്. ഓക്കെ, ആ ഒരു പേര് പോയിട്ട് കുറെ ദിവസമായി. പക്ഷെ ആ ഒരു പേര് നിനക്ക് പുറത്ത് മാറി കിട്ടിയത്, ഗബ്രി ചപ്രി ജാസ്മിൻ കോംബോ, അതൊന്ന് മാറി കിട്ടി ഇപ്പഴാ. വീണ്ടും നീ അത് പിടിച്ചു വരുവോ? എന്താ നിങ്ങൾക്ക് ഫാൻസി ഒന്നും പറയാനില്ല? വീണ്ടും ഉടനെ അതിനകത്തോട്ട് പോവുക. ഞാനൊരു വ്യക്തിയുടെ പേര് ഇവിടെ പറയുന്നില്ല, മറിച്ച് ജാസ്മിന് പുറത്തൊരു അഫെയർ ഉണ്ടായിരുന്നതും ഒരു കല്യാണ ആലോചന അല്ലെങ്കിൽ ഒരു കല്യാണം ഉറപ്പീര് വരെ എത്തിയൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അപ്പൊ ആ ഒരു വ്യക്തിയുടെ പേര് ജാസ്മിൻ ഇത്രയും നാളായിട്ട് ഒരു തവണ പോലും ആ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നു എന്ന് എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ ജാസ്മിൻ ഫാൻ ആയേക്കാം ഞാൻ. അവൾ ആ ഒരു കാര്യമെങ്കിലും അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവളൊരു 10-60 ദിവസം കൂടെ ഉണ്ടായിരുന്ന ഗബ്രി എന്ന് പറയുന്നവനെ അവൾക്ക് ഇപ്പോഴും മിസ്സാവുന്നു. എന്താണ് അവളുടെ ആ ഒരു ക്യാരക്ടറിൽ നിന്ന് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പറയൂ, ജാസ്മിന്റെ ഫാൻസ് തന്നെ പറയൂ, എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, ഒരു 60 ദിവസം ഒരു വീട്ടിൽ താമസിച്ചു, അവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു, അവൾ പുറത്ത് വേറെ കല്യാണം ആലോചിച്ച് വെച്ചേക്കും. അയാളുമായിട്ട് പ്രേമത്തില, ഇഷ്ടത്തില, അയാളുടെ പേര് ഒരു തവണ പോലും ആലോചിക്കാതെ അവിടെ കണ്ടൊരുത്തന്റെ പേര് വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, അയാളെ നിങ്ങൾ എന്ത് പറയും? ലാലേട്ടൻ തന്നെ പലതവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ് അതിനകത്തുള്ള പല കണ്ടസ്റ്റൻസും എന്നൊക്കെ, റെപ്രസെന്റേഷൻ ആണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു വ്യക്തി സമൂഹത്തിൽ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് താല്പര്യമില്ല. സത്യം പറയാലോ, എന്റെ പെർസ്പെക്റ്റീവ് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനെ ഒരാളോട്ടൊരു സൗഹൃദം വെക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല, ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്ന ഒരാളോട്. പിന്നെ ഇങ്ങനത്തെ വാക്കുകൾ, എന്തൊക്കെ വാക്കുകൾ അവൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും വന്ന് കമന്റ് ബോക്സിൽ ഇട്ടേരെ, ആരും അത് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഈ പ്രൊമോ കണ്ടപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ജിൻഡോ ഇതാണ് അവൾ വിളിക്കുന്നത്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ അത് ജിൻഡോ കാക്കയാവും. ആ ഒരു ലാലേട്ടന്റെ എപ്പിസോഡുകളിൽ അല്ലാതെ അവൾ ജിൻഡോ കാക്ക എന്ന് വിളിക്കുന്നത് വളരെ ഞാൻ വിരളമായിട്ടാണ് കണ്ടിരിക്കുന്നത്, 1-2 പ്രാവശ്യം. അല്ലാത്തപ്പോഴൊക്കെ അവൾക്ക് മറ്റേ ജിൻഡോ ഇവിടെ വാടോ, താൻ പോടോ, ജിൻഡോ ബ്രോ, മാക്സിമം പോയ ജിൻഡോ ബ്രോ. ഈ ലാലേട്ടനെ കാണുമ്പോൾ, ഇല്ലെങ്കിൽ അന്ന് ഒരുപാട് ഇവളെ ഫോക്കസ് ചെയ്ത് പുറത്തേക്ക് അന്ന് മാത്രം ഇവളുടെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൾ അന്ന് മാത്രം ജിൻഡോ കാക്ക എന്ന് വിളിക്കുന്നത്. അതൊരു നാടകീയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? എനിക്ക് തോന്നുന്നുണ്ട്. വീക്കെൻഡ്സിന് മാത്രം അന്ന് ജിൻഡോ കാക്ക. എന്താണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്? എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക് അവളെ അത്രയും കൊണ്ട് ബൂസ്റ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല ചേട്ടന്മാരെ. ഇനി എന്നോട് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. ചില ചേട്ടന്മാര് പറയുമായിരിക്കും അവൻ സൈക്കോയാണ്. എടോ, ഞാൻ സൈക്കോ ആണ്, അങ്ങനെ വെച്ചോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാവരോടും. ഈ കാലഘട്ടത്തില് ഒരുത്തൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ഒരുത്തൻ അവന്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ അവൻ അതിനെ ചൂഷണം ചെയ്ത് അവൻ അതിനെ കുത്തിത്തിരിഞ്ഞെടുത്ത് അവൻ പറഞ്ഞാൽ അവനെ നിങ്ങൾ വട്ടമെന്ന് വിളിക്കത്തില്ലേ? അവൻ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ സൈക്കോ ആയി മാറത്തില്ലേ? സൈക്കോ 2 രീതിയിലുണ്ട്. ഒന്ന് മറ്റേ പിള്ളേരെ കൊന്ന് മറ്റേ ഭ്രാന്ത് കാണിക്കുന്നവൻ, പിന്നൊന്ന് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നവൻ. അപ്പൊ നിങ്ങൾ ഈ 2ാമത്തെ ഘടകത്തിൽ എന്തായാലും കൊണ്ട് ഇടത്തില്ലേ അവനെ? അവൻ വട്ടൻ, അവനൊരു സൈക്കോ എന്ന് പറയത്തില്ലേ? പറയണ്ട. എന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഇട്ടേക്കുന്നത്, എന്റെ ചാനലിന് അത് തന്നെ പേര്, സൈക്കോ ആണ് ഞാൻ. എനിക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ തെറ്റിനെ എടുത്ത് ഇവിടെ പറയും. നീയൊക്കെ നാളെ എന്നെ ചവിട്ടി തേക്കും. ഇന്ന് എന്നെ ചിലപ്പോൾ പൊക്കി പിടിക്കുന്നവരെ നാളെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ ഞാൻ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് തെറ്റാന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി കൂട്ടും. അന്ന് ഞാനും അവർക്കൊരു സൈക്കോ ആയി മാറും. അങ്ങനെ നീയൊന്നും എന്നെ വിളിക്കണ്ട, ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അതും പറഞ്ഞു, അതിന്റെ ഒരു കമന്റും കൊണ്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അവര് എന്തിനാണ് ഇത് നടത്തുന്നത്? അവർക്ക് കാശ് വേണം, അത് ഒന്നാമത്തെ കാര്യം. കാരണം ഈ അവിടെ വരുന്ന കണ്ടസ്റ്റൻസിനെ തീറ്റി പോറ്റുന്നു, അവർക്കെല്ലാം കാശും കൊടുക്കുന്നു. അപ്പൊ അവർക്ക് മാർക്കറ്റിംഗ് വേണം. അവരത് നല്ല വൃത്തിക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി ജനങ്ങളെ, ഒരു ഭൂരിഭാഗം ജനങ്ങളെ മണ്ടന്മാരാക്കുന്നുണ്ട്. എക്സാമ്പിൾ, ഇന്നലത്തെ കേസ്, നോറ ലാലേട്ടന്റെ അടുക്കിലേക്ക് ചെന്നിട്ടില്ല.
ഇന്നത്തെ പ്രൊമോയില് ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം, വേറൊരു പ്രൊമോ. എന്നിട്ട് അതിനെപ്പറ്റി വേണമെങ്കിൽ സംസാരിക്കാം. ഒന്ന് കണ്ടോ നിങ്ങൾ? അപ്പൊ ഇത് ആരാണെന്ന് സംശയമുള്ളവർക്ക് പലരും പറയുന്നുണ്ട് നോറയാണ്, ചിലർ പറയുന്ന അല്ല എന്നൊക്കെ. നോറ എവിടെ പോയി? നോറ സീക്രട്ട് റൂമിൽ പോയി ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതിനകത്തു നിന്നുള്ളൊരു ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം, നോക്കിക്കോ. ഇതാണ് സംഗതി. നോറയാണ് ഇത് മറ്റേ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അവളെയാണ് രാത്രി എന്നിട്ട് അതിനകത്തോട്ട് പറഞ്ഞു വിടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോറ എവിക്ഷൻ ഇന്നലെ ആ പരിപാടി അവിടെ നടത്തിയതും നോറയ്ക്ക് മറ്റേ റെഡ് റിബൺ കിട്ടിയതും അവന്റെ എവിക്റ്റഡ് ആയെന്ന് പറഞ്ഞതും എല്ലാം ചുമ്മാതെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ മണ്ടന്മാരാക്കി. എന്തായാലും ഈ ആഴ്ച ഇനിയിപ്പോ ഈ 2-3 ദിവസം മാത്രം അവളെ ഇങ്ങനെയുള്ള കോപ്പറായങ്ങളോടെ കാണിച്ച് മോൺസ്റ്റർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടികൾ മാത്രം കാണിച്ച് ആ കൊച്ചിനെ മണ്ടിയാക്കി ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ല. ഈ ആഴ്ച മൊത്തം അവളോടെ കാണും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവള് മാന്യമായിട്ട് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അവൾ അവിടെ നിന്ന് ഔട്ടായ ഒരു വ്യക്തിയാണ്. അല്ലാതെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ചേട്ടൻ മുഖത്തിടിച്ച് പെട്ടെന്ന് എടുത്ത് കളഞ്ഞതല്ല. ലാലേട്ടൻ വരുന്നോടം വരെ വെയിറ്റ് ചെയ്ത് പുറത്ത് കളയുന്ന ഒരാളൊന്നും അതിന്റെ ആവശ്യമില്ലായിരുന്നു അവനെ. പക്ഷെ ഇന്ന് ഈ നമ്മുടെ നോറയുടെ കേസിൽ വരുമ്പോൾ ലാലേട്ടന്റെ അടുക്ക് വന്ന് മാന്യമായിട്ട് വേണം അവളെ പുറത്തേക്ക് വിടാൻ. ഇനി ലാലേട്ടൻ വരാൻ പോകുന്ന അടുത്ത ശനി ഞായറും. അപ്പൊ അന്ന് വരെ ഇനി അത് കഴിഞ്ഞിട്ടോ അവൾ അവിടെ കാണുമോ തുടരുമോ എന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അന്ന് വരെ എന്തായാലും നോറ ആ പരിസരത്തൊക്കെ തന്നെ കാണും. അത് ചിലപ്പോൾ അകത്തേക്ക് കൊണ്ടുവന്ന് ഗെയിമറായിട്ട് ചിലപ്പോൾ മാറ്റുമായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേടിപ്പീര് പരിപാടി കാണിച്ച് ആ കൊച്ചിനെ മണ്ടിയാക്കി ജനങ്ങളെയും ചുമ്മാ ഒരുമാതിരി ഒരു കാര്യമില്ലാതെ വെറുതെ ഒരു രസം എന്റർടൈനിങ് ആണെന്ന് എന്നിട്ട് പറയും. ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇടുമായിരിക്കും. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? കാണുന്നവരൊക്കെ വെറും പൊട്ടന്മാർ അല്ലേ? എവിക്ഷൻ ഫസ്റ്റ് ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അവളെ അതിനകത്ത് കയറ്റുന്നു. ഈ വോട്ടെന്നൊക്കെ പറഞ്ഞ് ഈ ബിഗ് ബോസ് ടീമുകൾ ഇവിടെ ജനങ്ങളെ കൊണ്ട് കുത്തിയിരുന്ന് വോട്ട് ഇടിപ്പിക്കുന്നുണ്ടല്ലോ. വല്ല കാര്യമുണ്ടോ അതിനൊക്കെ? എനിക്ക് നല്ല സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അതിനകത്തുള്ള പല ആൾക്കാരും ഇപ്പൊ അവിടെ നിൽക്കത്തില്ല. നേരത്തെ പുറത്തു പോകേണ്ടവരൊക്കെ ഉണ്ട്. നോറക്കാട്ടിലും മുമ്പ് കാറിനകത്ത് വന്നിരിക്കേണ്ട കുറെ ചേട്ടന്മാരുണ്ട്. എന്നിട്ട് ഇപ്പോഴും അവിടെ നിൽക്കുക. എന്തേ? അവരൊക്കെ അവസാനം വരെ വേണം അല്ലേ? എന്നാലേ ഓടത്തുള്ളൂ പരിപാടി. കൊള്ളാം. എന്തായാലും എനിക്കിപ്പോ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഞാനിവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.